ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ദി ഗോട്ട് ലൈഫ് എന്ന സിനിമയുടെ ആദ്യ 4 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഒരു പ്രതീക്ഷ ഒരു വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് സിനിമയ്ക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. പ്രതീക്ഷിത് 65 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇപ്പോഴത്തെ 64 കോടി 15 ലക്ഷമാണ് ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും ആടുജീവിതത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 65 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തേണ്ടിരുന്നതായിരുന്നു. എന്നാൽ എത്തപ്പെടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നലത്തെ ഈസ്റ്റർ ദിനത്തിലെ വിദേശ രാജ്യ കളക്ഷനാണ്. ആദ്യ ദിവസം $8,71,000 ഓവർസീസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് രണ്ടാം ദിവസം $8,78,000 ആയിരുന്നു ഓവർസീസ് കളക്ഷൻ. എന്നാൽ ശനിയാഴ്ച മൂന്നാം ദിവസം അത് $1 മില്യൺ മുകളിലേക്ക് എത്തപ്പെട്ടതോടെ ഇന്നലെ ഈസ്റ്റർ ദിനത്തിലും $1 മില്യൺ നാം കളക്ഷൻ അവിടെ പ്രതീക്ഷിച്ചത്. എന്നാൽ ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ ഈസ്റ്റർ ദിനത്തിൽ $1 മില്യൺ അല്ല, ആദ്യ 4 ദിവസങ്ങളിൽ ഏറ്റവും കുറവ് ഓവർസീസ് കളക്ഷൻ ലഭ്യമാകുന്ന ദിവസമായിട്ട് ഇന്നലെ മാറിയിരിക്കുകയാണ്. $8,01,000 ആയിരുന്നു സിനിമയുടെ ഇന്നലത്തെ മാത്രം ഓവർസീസ് കളക്ഷൻ. അങ്ങനെ ആകെ 4 ദിവസങ്ങൾ കൊണ്ട് ഓവർസീസ് കളക്ഷൻ $3.60 മില്യൺ ആണ് ആടുജീവിതം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം നേടിയെടുത്തിരിക്കുന്നത്. അതായത് 30 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ. ഇനി ഇന്ത്യൻ ബോക്സ് ഓഫീസിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ 23 കോടി 19 ലക്ഷം കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ 4 കോടി 10 ലക്ഷമായിരുന്നു ഗ്രോസ് കളക്ഷൻ. കർണാടകത്തിൽ 3 കോടി 50 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് 4 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് 34 കോടി രൂപയ്ക്ക് മുകളിലാണ്. അങ്ങനെയാണ് സിനിമ 4 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും 64 കോടി 15 ലക്ഷം ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടത്. ഇന്നലെ വിദേശ രാജ്യങ്ങളിൽ എന്ത് പറ്റി സിനിമയ്ക്ക് കളക്ഷൻ കുറയാൻ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ലോകമെമ്പാട് നിന്നുള്ള കളക്ഷനിൽ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും കൂടുതൽ വീക്കെൻഡ് കളക്ഷൻ ലഭ്യമാകുന്ന സിനിമയായിട്ട് ആടുജീവിതം മാറിയിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ തന്നെ ലൂസിഫർ എന്ന ലാലേട്ടൻ നായകനെത്തിയ സിനിമയുടെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ 55 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു. ആ കളക്ഷനാണ് ഇപ്പോഴത്തെ 9 കോടി രൂപയ്ക്ക് മുകളിലെ വ്യത്യാസത്തിൽ രാജ്യവേട്ടൻ മറികടന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ പോലും ലൂസിഫർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓവർസീസ് കളക്ഷൻ ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ട് ആടുജീവിതം മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ GCC റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ $4.10 മില്യൺ അധികം കളക്ഷൻ നേടിയെടുത്ത ലൂസിഫറിന്റെ ഓവർസീസ് കളക്ഷനും ആദ്യ വീക്കെൻഡിൽ പൃഥ്വിരാജിന്റെ ദി ഗോട്ട് ലൈഫ് മറികടന്നേനെ. എന്തായാലും ആകെ മൊത്തത്തിൽ വമ്പൻ കളക്ഷൻ റെക്കോർഡെല്ലാം തന്നെ നേടിയെടുത്ത സിനിമയുടെ ഇന്ന് മുതലുള്ള കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ.